ശിവായ. എല്ലാ കൂട്ടുകാർക്കും ഏറ്റുമാനൂരപ്പൻ ഭക്തൻ ചാനലിലേക്ക് സ്വാഗതം. ഏറ്റുമാനൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ നമിച്ചുകൊണ്ട് നാം ഈ വീഡിയോ ഇവിടെ ആരംഭിക്കുന്നു. ആദ്യമേ പറയട്ടെ, ഈ ചാനലിൻ്റെ ഉദ്ദേശം നമ്മുടെ ആളുകൾക്ക് നമ്മുടെ സംസ്കാരത്തെപ്പറ്റിയും ഹിന്ദുമതത്തെപ്പറ്റിയും നല്ല അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് നമുക്കും നമ്മുടെ കുട്ടികൾക്കും മറുപടി പറയാൻ സാധിക്കണം. അതുകൊണ്ട് പരമാവധി ഈ ചാനൽ നമ്മുടെ ഓരോ വിശ്വാസികളായ ഹിന്ദുക്കളിലും ദയവായി എത്തിക്കണം. നമ്മുടെ സംസ്കാരം നമ്മൾ അറിയാതെ പോയാൽ മറ്റുള്ളവർ അത് നമ്മളെ പഠിപ്പിക്കും. മഹാദേവന്റെ മഹത്വം ഒരു ജന്മം കൊണ്ട് പോലും മുഴുവൻ പറയാനാവില്ല. അത്രയേറെ ആഴമുള്ളതാണ് ശിവതത്വത്തിന്റെ മഹിമ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ വീഡിയോ കുമ്മാട്ടിയെയും മഹാബലിയെയും മഹാദേവന്റെ ഭക്തവാത്സല്യത്തെയും പറ്റിയാണ്. ജീവിതത്തിലെ ഓരോ നല്ല സമയവും മോശം സമയവും നമ്മുടെ ഗുരുക്കന്മാരാണ്. പ്രത്യേകിച്ച് കഠിന സമയങ്ങൾ നമ്മളെ പഠിപ്പിക്കാനാണ് വരുന്നത്. അവയിൽ നിന്ന് പഠിച്ച് മഹാദേവനിൽ വിശ്വാസം നിലനിർത്തി ധൈര്യത്തോടെ ജീവിതത്തെ നേരിടുകയാണ് നമ്മുടെ ധർമ്മം. മഹാദേവൻ നമ്മളെ പരീക്ഷിക്കുന്നില്ല, പകരം നമ്മളെ ശക്തരാക്കുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോയുടെ ഏറ്റവും അവസാന ഭാഗത്ത് യോഗ ചെയ്യാൻ താല്പര്യമുള്ളവർക്കായി 5 മിനിറ്റ് ധ്യാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകുന്നതിന് പുറമെ മനസ്സിലെ സമ്മർദ്ദം, ആശങ്ക, അമിത ചിന്ത എന്നിവ കുറയ്ക്കാനും സഹായിക്കുന്നു. ശരീരത്തിലെ എല്ലാ രക്തധമനികളിലും ഉണർവ് സൃഷ്ടിക്കുകയും ഹൃദയാരോഗ്യവും രക്തസമ്മർദ്ദവും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. നിയന്ത്രിതമായ ശ്വാസക്രമം ശ്വാസകോശങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ശ്വാസതടസ്സം പോലുള്ള അസുഖങ്ങൾ കുറയാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ ധ്യാനം ഉറക്കത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ശരീരത്തിലെ പ്രാണവായുവിൻ്റെ പ്രവാഹം സജീവമാക്കുകയും ചെയ്യുന്നു. 10 മിനിറ്റ് ഇടവേളയിൽ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം 30 തവണ ജപിക്കുന്ന രീതിയിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ മിനിറ്റിലും പുതിയ മിനിറ്റിൻ്റെ നമ്പർ എഴുതി കാണിക്കുന്നതാണ്. ഇത് മാനസിക സ്ഥിരതയും ആത്മീയ ശാന്തിയും ആന്തരിക സമതുലിതാവസ്ഥയും നൽകാൻ സഹായിക്കുന്നു. കഴിഞ്ഞ 2 വീഡിയോകളും കാണാൻ സാധിക്കാത്തവർക്ക് അതിലെ പ്രധാന ഉള്ളടക്കം താഴെ ചേർക്കുന്നു. രാഹുകാലം ദിവസത്തിലെ ഒരു അശുഭ സമയമാണ്. ഇത് ഓരോ ദിവസത്തിലും വ്യത്യസ്ത സമയത്ത് വരുന്നു. ഈ സമയത്ത് ആരംഭിക്കുന്ന പ്രവർത്തികൾ സാധാരണ വിഫലമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ജ്യോതിശാസ്ത്രത്തിൽ പറയപ്പെടുന്നു. ഗുളികകാലം രാഹുകാലത്തെ പോലെ ദിവസത്തിലെ അശുഭ സമയമാണ് ഗുളികകാലം. ഈ സമയത്ത് ആരംഭിക്കുന്ന പ്രവർത്തികൾക്ക് സാധാരണ പ്രതിസന്ധി സാധ്യത കൂടുതലാണ്. അതായത് ചെയ്ത കാര്യങ്ങൾ പിന്നെയും ആവർത്തിക്കപ്പെടും. ജ്യോതിഷശാസ്ത്രപ്രകാരം പുതിയ പ്രവർത്തികൾ തുടങ്ങാൻ ഈ സമയത്ത് നല്ലതല്ല. യമകണ്ഠകകാലം ഈ കാലവും രാഹുകാലവും ഗുളികകാലവും പോലെ ദിവസത്തിലെ അനിഷ്ട സമയമാണ്. ഈ സമയത്ത് ആരംഭിക്കുന്ന പ്രവർത്തികൾക്ക് സാധാരണ പ്രയോജനപ്പെടാതെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിയമം, ധനകാര്യം തുടങ്ങിയ പുതിയ പ്രവർത്തികൾ ഒന്നും ഈ സമയത്ത് ചെയ്യരുത്. വിവാദം, അപകടം, വൈകല്യ സാധ്യത എന്നിവ കൂടുതലായ സമയമായി ഇത് കാണപ്പെടുന്നു. അഭിജിത്ത് കാലം ദിവസത്തിലെ ശുഭസമയമായി കണക്കാക്കപ്പെടുന്നു. ഈ മുഹൂർത്തം സൂര്യൻ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തിയ സമയമാണ്. അതിനാൽ പ്രകാശവും ഊർജവും പരമാവധി നിലനിൽക്കും. സമയം ശരിയായി കണ്ടെത്തി പുതിയ പ്രവർത്തികൾ ആരംഭിക്കാൻ ഇത് ഏറ്റവും അനുയോജ്യമാണ്. ഇനി ചുരുക്കത്തിൽ രാഹുകാലം, ഗുളികകാലം, യമകണ്ഠകകാലം എന്നിവയെല്ലാം അശുഭ സമയമാണ്. പുതിയ പ്രവർത്തികൾ ആരംഭിക്കാൻ ഒരിക്കലും ശുപാർശ ചെയ്യരുത്. അഭിജിത്ത് കാലം എന്നാൽ ശക്തിയുള്ള ശുഭസമയമാണ്. വിജയസാധ്യത കൂടുതലുള്ള സമയം. മഹാബലി പുരാണങ്ങളിൽ മഹാബലി ഒരു അസുരരാജാവായി മാത്രം രേഖപ്പെടുത്തിയിട്ടില്ല. ധർമ്മം, സത്യനിഷ്ഠ, ദാനശീലം എന്നിവയെ രാജകീയ ആയുധങ്ങളാക്കി ഭരിച്ച ഒരു അപൂർവ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം.
ബലിയുടെ രാജ്യത്ത് പ്രജകൾ ഭയമില്ലാതെ ജീവിച്ചു. സമത്വവും നീതിയും ഭരണത്തിൻ്റെ അടിസ്ഥാനമായിരുന്നു. ഈ ധാർമ്മിക ഭരണമാണ് മഹാബലിയെ വെറും ശക്തനായ രാജാവല്ല, ലോകക്രമത്തെ തന്നെ സ്വാധീനിക്കുന്ന വലിയൊരു ശക്തിയായി വളർത്തിയത്. മഹാബലി ഒരു ശിവഭക്തനുമായിരുന്നു. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മഹാബലി ഒരിക്കലും മഹാദേവനോട് സംരക്ഷണമോ സഹായമോ അഭ്യർത്ഥിച്ചിട്ടില്ല. അദ്ദേഹം തപസ് ചെയ്തതും ധർമ്മം പാലിച്ചതും ഏതെങ്കിലും പ്രതിഫലം പ്രതീക്ഷിച്ചല്ല. അത് തൻ്റെ കടമയായി, തൻ്റെ ജീവിതധർമ്മമായി കണ്ടുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത്. ഈ നിസ്വാർത്ഥ ധർമ്മനിഷ്ഠയിലാണ് മഹാദേവൻ പ്രസന്നനായത്. അഭ്യർത്ഥനയില്ലാതെയായിരുന്നു മഹാദേവന്റെ അനുഗ്രഹം. ബലി ചോദിക്കാതെയും മഹാദേവൻ നൽകിയ സംരക്ഷണമാണ് കുമ്മാട്ടികൾ. ശിവഭൂതഗണങ്ങളായ ഈ കുമ്മാട്ടികൾ ദൈവിക കാവലാളുകളായി മാറി. അവർ മഹാബലിയെ ചുറ്റി അദൃശ്യമായി നിലകൊണ്ടു. ഭഗവാൻ ചിന്തിക്കുന്നത് ഭക്തന്റെ സന്തോഷത്തെപ്പറ്റിയാണ്. മഹാദേവൻ ഭക്തനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നു. അവന്റെ സന്തോഷവും ദുഃഖവും ആശങ്കകളും മനസ്സിലാക്കുന്നു. ഭക്തനും മഹാദേവനും പരസ്പരം നല്ല ഒരു ബന്ധം സൃഷ്ടിക്കപ്പെടുന്നു. ഈ ബന്ധം ജീവിതത്തെ നല്ല അനുഭവങ്ങളിലേക്ക് നയിക്കുന്നു. കുമ്മാട്ടികളുടെ ദൗത്യം വളരെ വ്യക്തമായിരുന്നു. ദുഷ്ടശക്തികളെ തിരിച്ചറിയുക എന്നതാണ് അവരുടെ ആദ്യത്തെ ചുമതല. അനീതിയോടെ വരുന്നവരെ തടയുക എന്നതായിരുന്നു രണ്ടാമത്തെ ചുമതല. രാജാവിനെ എല്ലായ്പ്പോഴും അദൃശ്യമായി സംരക്ഷിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. ഈ ദൈവിക കാവലാണ് മഹാബലിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കിയത്. ഈ അഭ്യർത്ഥന രഹിത അനുഗ്രഹമാണ് മഹാബലിയെ അജയനാക്കിയത്. യുദ്ധത്തിലൂടെയോ ആയുധങ്ങളിലൂടെയോ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സാധ്യമല്ല. ദേവേന്ദ്രനോ മറ്റാർക്കുമോ ഇത് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. കുമ്മാട്ടികളുടെ കാവൽ നിൽക്കുന്നിടത്തോളം കാലം ബലി സുരക്ഷിതനായിരുന്നു. അതിനാൽ മഹാബലിയെ നേരിട്ട് ആക്രമിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. ദേവന്മാർക്ക് മഹാബലിയെ നേരിട്ട് തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമായി. അതിനാൽ അവർ ശക്തിയെ നേരിടാൻ ശ്രമിച്ചില്ല. മറിച്ച് ധർമ്മത്തെ തന്നെ പരീക്ഷിക്കുന്ന ഒരു തന്ത്രം അവർ തിരഞ്ഞെടുത്തു. ഈ തന്ത്രമാണ് വാമന അവതാരത്തിലേക്ക് നയിച്ചത്. അങ്ങനെയാണ് മഹാവിഷ്ണു വാമനാവതാരം സ്വീകരിച്ചത്. കാരണമില്ലാതെ ഭക്തനെ ഉപദ്രവിച്ചാൽ മഹാദേവൻ നോക്കി നിൽക്കില്ല എന്ന് വിഷ്ണുവിന് നന്നായി അറിയാം. അതിനാൽ അദ്ദേഹത്തിൻ്റെ ദാനശിരവും വാക്കിൻ്റെ ശക്തിയും ഉപയോഗിച്ച് ദേവേന്ദ്രനെ സഹായിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ ഗുരു ബലിക്ക് മുന്നറിയിപ്പ് നൽകി. ഇവൻ വിഷ്ണുവാണ്, പ്രാർത്ഥനാലയത്തിൽ നിന്നും നീ ഒരു കാരണവശാലും മാറരുത്. എന്നാൽ ബലി മറുപടി പറഞ്ഞു, അവൻ എൻ്റെ രാജ്യത്തിൽ ഒരു ഭിക്ഷു ആയിട്ടാണ് വന്നത്. രാജാവായി ഞാൻ അവനെ സഹായിക്കേണ്ടതാണ്. അത് എൻ്റെ ഉത്തരവാദിത്വമാണ്. വിഷ്ണുവായാലും എനിക്ക് അത് ചെയ്തേ പറ്റൂ. രാജാവ് തൻ്റെ പ്രജകളെ സംരക്ഷിക്കേണ്ടവനാണ്. അതിനാൽ എനിക്ക് ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. കൊച്ചു ബ്രാഹ്മണപാലനായി വാമനൻ ഭൂമിയിലെത്തി. വിനയത്തോടും ഭക്തിയോടും കൂടി അദ്ദേഹം നടന്നു. കുമ്മാട്ടികൾക്ക് അദ്ദേഹത്തിൽ ആക്രമണ ഉദ്ദേശം കണ്ടില്ല. ആയുധങ്ങളോടെ വരുന്ന ശത്രുക്കളെ തടയാൻ സന്നദ്ധരായിരുന്ന കുമ്മാട്ടികൾ ധർമ്മത്തിൻ്റെ രൂപമായി വന്ന വാമനനെ തടയാൻ വഴിമാറി. വാമനൻ 3 അടി മണ്ണ് ചോദിച്ചപ്പോൾ മഹാബലി തൻ്റെ വാഗ്ദാനം പാലിച്ചു. ഇത് ബലിയുടെ സ്വമേധയായുള്ള തീരുമാനമായിരുന്നു. വാമനൻ വിശ്വരൂപം കൈക്കൊണ്ട് ലോകം വളക്കുമ്പോഴും കുമ്മാട്ടികൾക്ക് ഇടപെടാൻ സാധിച്ചില്ല. കാരണം അത് ബലി തന്ന വാക്കായിരുന്നു. ഇവിടെ കുമ്മാട്ടികൾ ശത്രുവിനോട് തോറ്റില്ല. അവർ ധർമ്മത്തിന് വഴങ്ങി. അവസാനം മഹാബലി പാതാളത്തിലേക്ക് പോയപ്പോൾ പോലും കുമ്മാട്ടികളുടെ സേവനം അവസാനിച്ചില്ല. അവർ തൻ്റെ പ്രിയപ്പെട്ട രാജാവിനൊപ്പം പാതാളത്തിലേക്കും പോയി. വർഷത്തിലൊരിക്കൽ മഹാബലി ഭൂമിയിലേക്ക് വരുമ്പോൾ വഴിയിൽ തടസ്സങ്ങളൊന്നുമില്ലാതിരിക്കാൻ, ദുഷ്ടശക്തികളെ അകറ്റാൻ, ഭൂമിയെ ശുദ്ധീകരിക്കാൻ കുമ്മാട്ടികൾ മുൻകൂട്ടി ഭൂമിയിലെത്തുന്നു. ഇതാണ് ഓണക്കാലത്തെ കുമ്മാട്ടികളുടെ പിന്നിലെ വിശ്വാസം. മഹാബലി എത്തുന്നതിന് മുൻപേ കുമ്മാട്ടികൾ വീടുകളിലെത്തുന്നു. അവർ വേഷം മാറി വരുന്നു. പച്ചിലകൾ കൊണ്ട് ശരീരം മറച്ചിരിക്കും. മുഖംമൂടികൾ ധരിച്ചായിരിക്കും വരിക. ഇത് അദൃശ്യ സംരക്ഷണത്തിൻ്റെ അടയാളങ്ങളാണ്. കുമ്മാട്ടികൾ വെറും കലാകാരന്മാരല്ല. അവർ മഹാബലിയുടെ അദൃശ്യ അംഗരക്ഷകരാണ്. അവർ മഹാദേവന്റെ ശിവഭൂതഗണങ്ങളാണ്. ധർമ്മം അഭ്യർത്ഥന ഇല്ലാതെയും കാവൽ ലഭിക്കുന്നുവെന്ന സത്യത്തിന്റെ പ്രതീകങ്ങളാണ് അവർ. ഇതാണ് കുമ്മാട്ടികളുടെ യഥാർത്ഥ അർത്ഥം. ഓണത്തിൻ്റെ ആത്മാവ്. കുമ്മാട്ടിക്കളിയിലെ
മുഖം മൂടികളും വേഷങ്ങളും ശബ്ദങ്ങളും ഈ പുരാണ സ്മരണയുടെ ദൃശ്യാവതാരങ്ങളാണ്. അങ്ങനെ ഓണം വെറും ഒരു ആഘോഷമല്ല, അത് ധർമ്മത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ദാനത്തിൻ്റെ മഹത്വം പഠിപ്പിക്കുന്ന കാലമാണ്. സംരക്ഷണം ദൈവികമാണെന്ന വിശ്വാസത്തിൻ്റെ സ്മരണാചരണമാണ് ഓണം. പ്രേക്ഷകരുടെ സൗകര്യാർത്ഥം താഴെ പറയുന്ന യൂട്യൂബ് പ്ലേലിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സമയമുണ്ടാകുമ്പോൾ കാണണം. ഇതെല്ലാം നമുക്ക് മാനസികമായ പല ചോദ്യങ്ങൾക്കും മറുപടി നൽകുന്നതും മനസ്സിനെ ബലപ്പെടുത്തുന്നതും ദൈവത്തിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതുമാണ്. സനാതനധർമ്മം, മഹാദേവന്റെ രൂപങ്ങൾ, മനുഷ്യ ശരീരത്തിലെ ചക്രങ്ങൾ, ഗംഗാ അവതരണം, ശിവന്റെ ശരീരത്തിലെ നാഗശക്തികൾ, മഹാദേവൻ ഒരു ആത്മീയ യാത്ര, സപ്തഗംഗയും മനുഷ്യ ശരീരത്തിലെ 7 നദികളും. താഴെ പറയുന്ന വീഡിയോകൾ വൈകാതെ കാണാവുന്നതാണ്. ഈ വീഡിയോ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദി. കൂടാതെ ഈ വീഡിയോ ചെയ്യാൻ എനിക്ക് പ്രചോദനം നൽകിയ ഏറ്റുമാനൂരപ്പൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. ഇനി മഹാദേവനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് ഉള്ളിൽ നിന്നും ഓം നമഃശിവായ എന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ ശ്വാസം വിടുക. ഇത് 3 തവണ ആവർത്തിക്കുക. ഇത് നിങ്ങളുടെ ദിവസത്തെ കൂടുതൽ പോസിറ്റീവ് എനർജി നൽകുന്നതാണ്. ശ്രമിച്ചു നോക്കുക. താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇത് യോഗയിലെ ഒരു അടിസ്ഥാന പ്രാക്ടീസാണ്. ഭക്തിയോടെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഫലം ലഭിക്കും. മനസ്സ് ശാന്തമാകട്ടെ, ചിന്തകൾ നിലയ്ക്കട്ടെ. ഇനി 3 മിനിറ്റ് ഭക്തിയോടുകൂടിയ യോഗ തുടങ്ങാം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഏറ്റുമാനൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ തൊട്ടുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഓം നമഃ ശിവായ. നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ
शिवाय ॐ नमः 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 शिवाय